ഇവിടെ പൊതുവെ നമ്മളെ സമൂഹത്തിൽ മനസ്സിലാക്കി വെച്ചൊരു ധാരണയാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നാവുകൊണ്ട് ചൊല്ലി പറഞ്ഞാലേ നീയത്താവുള്ളൂ എന്നുള്ളത്. യഥാർത്ഥത്തിൽ നീയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം മഹല്ലുഹ അൽ ഖൽബ് എന്നാണ്. അതിൻ്റെ സ്ഥാനം ഹൃദയത്തിലാണ്. അത് നാവ് കൊണ്ട് ഉരുവിടേണ്ട സ്ഥാനം നാവിലല്ല അതിൻ്റെ സ്ഥാനം, സംസാരത്തിലല്ല അതിൻ്റെ സ്ഥാനം, ഹൃദയത്തിലാണ് അതിൻ്റെ സ്ഥാനമുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വളരെ കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. ഇന്നമൽ അഅമാലു ബിന്നിയ്യ. ഏതൊരു പ്രവർത്തനവും ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുക. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ടാകും. ആ ഉദ്ദേശത്തിനാണ് നിയ്യത്ത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം വരുന്ന പദത്തിൽ വന്നത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഒരു മനുഷ്യൻ എന്താണോ പ്രവർത്തിച്ചത് അതാണ് ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശിച്ചത് അയാൾക്ക് കിട്ടുള്ളൂ. ചെയ്യുന്നത് കിട്ടൂല. ചെയ്യുന്ന സമയത്ത് അയാൾ എന്താ ഉദ്ദേശിച്ചത് അതേ കിട്ടുള്ളൂ. അത് നമ്മൾ വളരെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ നിസ്കരിച്ചു, കൈ കെട്ടി ശരിക്കും നിസ്കരിക്കണ പോലെ നിസ്കരിച്ചു. പക്ഷെ നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തകളാണ് എങ്കിൽ ആ നമസ്കാരം അയാൾക്ക് നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ ഉളുവെടുത്തിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്നു. നടന്നു പോയി പള്ളിയിൽ പോയി നമസ്കരിച്ചു, ജമാഅത്തായിട്ട് നമസ്കരിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്ന് വുദു എടുത്ത് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നു. അയാളുടെ മനസ്സിൽ എന്താണുള്ളത്? പള്ളിയിൽ പോയാൽ അവിടെ ഹമ്മാമിൽ അതിന് ബാത്റൂമിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് വുദു എടുത്ത് പോയാൽ ആ പ്രശ്നം നേരെ പള്ളിയിൽ പോയി നിസ്കരിക്കാലോ എന്ന ഉദ്ദേശത്തിലാണ് അയാളത് ചെയ്തത്. വേറൊരാൾ എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഒരാൾ വുദു പിടിച്ച് പള്ളിയിലേക്ക് പോയാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഒരു സ്റ്റെപ്പിന് ഒരു പ്രതിഫലം ഒരു നന്മ, ഒരു ദറജ ഉയർത്തപ്പെടും. മറ്റൊരു സ്റ്റെപ്പിന് ഒരു പാപം പൊറുക്കപ്പെടും, ഒരു നന്മ രേഖപ്പെടുത്തും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ, ഒരു നിയ്യത്തോടു കൂടി, ആ ഒരു ഉദ്ദേശത്തോടു കൂടി അയാൾ വുദു എടുത്തിട്ട് പള്ളിയിലേക്ക് പോയാലോ അയാൾക്ക് പ്രതിഫലം കിട്ടും. ഓരോ സ്റ്റെപ്പിനും അയാൾക്ക് പ്രതിഫലമുണ്ട്. ഓരോ സ്റ്റെപ്പിനും അയാൾക്ക് ഓരോ ദറജകൾ ഉയർത്തപ്പെടുന്നുണ്ട്. മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അയാൾ നിസ്കാരം കഴിയുന്നത് വരെ നമസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ രണ്ട് ആളും ചെയ്തത് ഒരേ പ്രവർത്തനമാണ്. ഒരാൾക്ക് അതിന് പ്രതിഫലം കിട്ടുന്നു, ഒരാൾക്ക് പ്രതിഫലം കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് അള്ളാഹു പരിഗണിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അത് ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. അതുകൊണ്ടാണ് ഖസ്ത്, അതുപോലെ തന്നെ അസീമത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ തീരുമാനം. ഇങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാര് നിയ്യത്ത് എന്നുള്ള പദത്തിന് വിശദീകരണം കൊടുത്തില്ല, അതിന്റെ ഒരു താരിഫായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ നമസ്കരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണ് അയാളുടെ നിയ്യത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അസർ നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ വുദു എടുത്ത് പടച്ചോന്റെ മുമ്പിലേക്ക് കൈ കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും, ഞാൻ അള്ളാന്റെ മുമ്പിൽ അസർ നമസ്കരിക്കുകയാണ് എന്നുള്ളത്. ആ ഒരു ഉദ്ദേശം ഉണ്ടാവുക എന്നതാണ്, ഹൃദയ സാന്നിധ്യം ഉണ്ടാവുക, മനസ്സ് ആ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള ബോധത്തോടു കൂടി അത് ചെയ്യുക എന്നതാണ് നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അത് നാവിലൂടെ വരേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത്തലഫുദ് എന്ന് പറഞ്ഞ നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് നിയ്യത്തായിട്ട് പരിഗണിക്കുകയില്ല. അതിന് നിയ്യത്തിൽ ഒരു സ്ഥാനവും നാവിന് ആ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തലഫുദു ബിഹാ ബിദ്അഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നിൽ നിന്ന് സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയുക എന്നുള്ളത് അനാചാരമാണ്. അതിന് പ്രമാണത്തിന്റെ യാതൊരു പിൻബലമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും എന്നാണ്. അപ്പൊ ഈ ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് നബി ആകെ പറയുന്ന ഒരു വാക്ക് അല്ലാഹു അക്ബർ എന്ന് മാത്രമാണ്. ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു വാചകവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്നതിന് മുമ്പ് ഉസല്ലി ഫർളുഹുരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല എന്ന് പറയുന്ന ആ ഒരു വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബികളിൽ നിന്നോ താബികളിൽ നിന്നോ ഉത്തമ തലമുറകളിൽ നിന്ന് ഇമാമികളിൽ നിന്നോ ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കിബിലക്ക് നേരെ നിൽക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയാം, തക്ബീർ കിട്ടുക, പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലി, പിന്നെ ഫാത്തിഹ ചൊല്ലി, സൂറത്ത് ചൊല്ലി നമസ്കാരത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ മുമ്പ് നിയ്യത്ത് ചൊല്ലി പറയുക എന്ന ഒരു രീതി പ്രമാണങ്ങൾ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒരാള് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം നാവിലൂടെ പറഞ്ഞാൽ അത് നിയ്യത്താവുകയുമില്ല, നിയ്യത്തായിട്ട് അത് പരിഗണിക്കുകയുമില്ല. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ആ നമസ്കാരത്തിന്റെ കൂലി കിട്ടൂല.
അപ്പൊ ആ നമസ്കരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്ത എന്താണോ ആ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അതിനനുസരിച്ചാണ് പ്രതിഫലം കിട്ടുക. അതുകൊണ്ട് ചില ഹദീസിൽ കാണാം, ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒരാളുടെ നമസ്കാരത്തിൽ നിന്ന് അയാൾക്ക് ചിലപ്പോൾ 10-1 കിട്ടും, 9-1 കിട്ടും, 8-1 കിട്ടും, 7-1 കിട്ടും, 6-1 കിട്ടും, പകുതി കിട്ടും എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ നമ്മുടെ ഹൃദയം എത്രമാത്രം അതിൽ സന്നിഹിതമാകുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുക. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിയ്യത്ത് നമ്മൾ മനസ്സിൽ ഉണ്ടാവുകയാണ് വേണ്ടത്, അത് ചൊല്ലി പറയുകയല്ല വേണ്ടത്. അത് ളുഹ്റാണെങ്കിലും അസറാണെങ്കിലും മഗ്രിബാണെങ്കിലും ഏത് നമസ്കാരമാണോ നമസ്കരിക്കുന്നത് ആ ഇന്ന നമസ്കാരം ഞാൻ നമസ്കരിക്കുകയാണ് എന്നൊരു ബോധം, ഒരു ഉദ്ദേശം മനസ്സിൽ ഉണ്ടായിക്കൊണ്ടായിരിക്കണം ആ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നതാണ്. അത് ചൊല്ലി പറയുക എന്നുള്ളത് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് മതത്തിലേക്ക് കടത്തിക്കുട്ടപ്പെട്ട അനാചാരമാണ്. അത്തരം കാര്യങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ് എന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കിയ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല.